എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ലെസന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡോളസൻസ് എന്നുള്ള ടോപ്പിക്ക് പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ്. ഓക്കെ, നോക്കാം. Adolescence is a period of rapid change and adolescents face many physical, emotional, social and psychological problems. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇല്ല, അഡോളസൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. എവിടെ നിന്നും ചൈൽഡ്ഹുഡിൽ നിന്നും അതേപോലെ അഡൽട്ട്ഹുഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡിനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ സമയത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെട്ടെന്നുള്ളൊരു ചേഞ്ച് വരുന്ന ഒരു സമയമാണ്. കൗമാരകാലത്തൊരു റാപ്പിഡ് ചേഞ്ച് ഉണ്ടാകുന്ന സമയമാണെന്ന് പഠിച്ചിരുന്നു. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് ആ ചേഞ്ചസ് വരുന്നത്? ഫിസിക്കൽ വരുന്നുണ്ട്, ഇമോഷണലി, സോഷ്യലി, മെൻ്റലി, അതായത് സൈക്കോളജിക്കലി ഒക്കെ എന്ത് വരുന്നുണ്ട്, ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു സമയമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അഡോളസൻസ് ഇസ് എ പീരീഡ് ഓഫ് റാപ്പിഡ് ചേഞ്ച് ആൻഡ് അഡോളസൻസ് ഫേസ് മെനി ഫിസിക്കൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. ഏതൊക്കെ പ്രോബ്ലംസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്? ഫിസിക്കൽ പ്രോബ്ലം ഉണ്ട്, ഇമോഷണൽ പ്രോബ്ലം ഉണ്ട്, സോഷ്യൽ പ്രോബ്ലം ഉണ്ട്, അതേപോലെ തന്നെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്ന്, ഫിസിക്കൽ പ്രോബ്ലം എന്താണ്? ശാരീരികമായിട്ട് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണ്? റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത് കോസിങ് ടയേർഡ്നെസ് ഇല്ലേ. പെട്ടെന്നുണ്ടാകുന്ന ശാരീരിക മാറ്റം കൗമാരക്കാരിൽ എന്തുണ്ടാക്കുന്നു? ടയേർഡ്നെസ് ഉണ്ടാക്കുന്നു. നമുക്കറിയാം പെട്ടെന്നുള്ള ശാരീരിക മാറ്റം എന്തൊക്കെയാണെന്ന്. എല്ലാവരും ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നവരാണ്, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളെ കാണുന്നതാണ്. അപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് ശാരീരികമായ വളർച്ച ഉണ്ടാകുന്നു, മാസമുറ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ എന്താണ്, ആൺകുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് മസിൽ മാസ് വല്ലാണ്ട് വികസിക്കുന്നത്, അതേപോലെ തന്നെ എന്താണ്, ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ എന്താണ്, മുഖത്തൊക്കെ രോമ വളർച്ച ഉണ്ടാകുന്നത്, ശബ്ദത്തിൽ കനം വയ്ക്കുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ദെൻ ഹോർമോണൽ ചേഞ്ചസ് അറിയാലോ. ഹോർമോണിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് അവരിൽ എന്തുണ്ടാകുന്നു, അവർക്ക് പല ഇഷ്യൂസും ഉണ്ടാകാറുണ്ട് അല്ലേ. ദെൻ ബോഡി ഇമേജ് ഇഷ്യൂസ്. അടുത്തത് ഏതാണ്? ബോഡി ഇമേജ് ഇഷ്യൂസ്. അതെന്ന് പറയുന്നത് ഇപ്പോൾ സ്വന്തം ശരീരത്തെക്കുറിച്ച്, തൻ്റെ ഇമേജിനെ കുറിച്ചൊക്കെ ചില പ്രശ്നങ്ങൾ നേരിടുന്നു. ഇപ്പോൾ തീരെ മെലിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ കൂട്ടുകാർ കളിയാക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ. എന്ത് തിന്നാലും എന്താണ്, ശരീരത്ത് പിടിക്കില്ല എന്നൊക്കെ പറയാറില്ലേ. അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കൂടെയുള്ളവർ എന്താണ് കളിയാക്കുമ്പോഴൊക്കെ അവർക്കത് ഭയങ്കരമായിട്ട് മെൻ്റൽ സ്ട്രെസ്സായിട്ട് മാറുകയും കൂട്ടുകാരോടൊത്ത് കളിക്കാൻ കൂടാതെയും അല്ലെങ്കിൽ സ്കൂളിൽ പോലും വരാൻ താല്പര്യം കാണിക്കാതെയൊക്കെ ഇരിക്കാറുണ്ട്. ഓക്കെ, അതേപോലെ ഈ സമയത്ത് നമുക്കറിയാം ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഫലമായിട്ട് മുഖത്ത് മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ എന്താണ്, ആൺകുട്ടിക്ക് മീശ അല്ലെങ്കിൽ മുഖത്ത് രോമങ്ങൾ വളരും. അപ്പോഴൊക്കെ എന്താണ്, എല്ലാവരും ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകാറുണ്ട്. പെൺകുട്ടിക്കാണെങ്കിലും ആ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ കാരണമൊക്കെ എന്താണ്, ഈ മൂക്കുരുമൊക്കെ വരുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് തൻ്റെ എന്താണ് സൗന്ദര്യ ബോധത്തെക്കുറിച്ചൊക്കെ വല്ലാണ്ട് അങ്ങ് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇല്ലേ. അതാണ് ആ ബോഡി ഇമേജ് ഇഷ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ്, ഈ മീഡിയാസിലോ ഒക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സൗന്ദര്യമുള്ളവരുടെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് അതുമായിട്ട് താരതമ്യം ചെയ്തിട്ടൊക്കെയും എനിക്ക് അത്രയും സൗന്ദര്യമില്ലല്ലോ, എൻ്റെ മുഖം ഇങ്ങനെ അല്ലല്ലോ, അല്ല എൻ്റെ സ്കിന്നിൽ ഇന്ന പ്രോബ്ലംസ് ഉണ്ടല്ലോ എന്നൊക്കെ കുട്ടികൾ അകാരണമായി ചിന്തിക്കുന്ന ഒരു സമയമാണ് അഡോളസൻസ്. ഓക്കെ, അപ്പോൾ അതാണ് എന്താണ് ആരോഗ്യപരമായിട്ടും അതേപോലെ തന്നെ എന്താണ് ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഒക്കെ അവരിൽ വരുന്ന ഒരു കാലഘട്ടമാണ്. അമിതമായിട്ടുള്ള ഉത്കണ്ഠ കാരണത്താൽ വിശപ്പില്ലായ്മ ഉണ്ടാകാറുണ്ട്. ഈ സമയത്ത് അവർ ആഹാരം വേണ്ടത്ര കഴിക്കാതെ ഇരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താണ്, ശരീരം അതിനനുസരിച്ചുള്ള എന്താണ് ന്യൂട്രീഷണൽ ഇംബാലൻസസ് ഒക്കെ കൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ശരീരത്ത് സംഭവിക്കുകയും ഇതിൽ തുടർന്ന് അവർക്ക് എന്തുണ്ടാകാം, പ്രോബ്ലംസ്, സ്ട്രെസ്സ്, മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ പറഞ്ഞത് കണക്ക് പഠിക്കാൻ ഉത്സാഹമില്ലാതെ ഇരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ മടിയുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ നിരവധി പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത് കോസിങ് ടയേർഡ്നെസ്, ദെൻ ഹോർമോണൽ ചേഞ്ചസ്, ബോഡി ഇമേജ് ഇഷ്യൂസ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷണൽ പ്രോബ്ലംസ്. ഇതാണ് അഡോളസൻസ് നേരിടുന്ന ഫിസിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ്, രണ്ടാമത്തത് ഇമോഷണൽ പ്രോബ്ലംസ് ആണ്. നോക്കിക്കേ, എന്താണ് വൈകാരികമായിട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ? മൂഡ് സ്വിങ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്, വികാരങ്ങളിൽ പെട്ടെന്ന് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നു. ചിലപ്പോൾ ഭയങ്കരമായിട്ട് കോപിക്കുക, ചിലപ്പോൾ കോപിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായാൽ പോലും ഒന്നും ചെയ്യാതെ ഇരിക്കുക, അങ്ങനെയൊക്കെ വരാറുണ്ട് അല്ലേ. അപ്പോൾ മൂഡ് സ്വിങ്സ്, അപ്സ് ആൻഡ് ഡൗൺ ഉണ്ടാകുന്നു ഇമോഷൻസിൽ. പിന്നെ ആൻസൈറ്റി ആൻഡ് സ്ട്രെസ്, ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠ, അത് തൻ്റെ ശരീരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചോ ഒക്കെ ആയിരിക്കാം. ഇങ്ങനെ വേണമെങ്കിലും എന്ത് വരാം, സ്ട്രെസ്സ് വരാം,
എന്താണ് ആൻസൈറ്റി ഉണ്ടാകാം, ഇല്ലേ, അല്ലെ പരീക്ഷയോടുള്ള ഭയമായിരിക്കാം. ഈ സമയത്ത് ചിന്താഗതി സാധാരണ നോർമലി നമുക്കറിയാമല്ലോ അഡോളസൻസിൻ്റെ ആ ഒരു പീരീഡിലുള്ള ആൻസൈറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ് അല്ലേ. ദെൻ ലോ സെൽഫ് എസ്റ്റീം, അതേപോലെ തന്നെ എന്താണ് തൻ്റെ ആ ഒരു സെൽഫ് എസ്റ്റീമിൽ സ്വയം തൻ്റെ എന്താണ് കഴിവിനെക്കുറിച്ചോ ഒന്നും തന്നെ എന്തില്ല, ഒരു മതിപ്പില്ലാത്തയിരിക്കും. അതാണ് ആ സെൽഫ് എസ്റ്റീം ലോ ആകുന്നു എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി, അതുപോലെ എന്താണ് തനിക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുക. അതൊക്കെ ആ ശാരീരികമായിട്ടും അതേപോലെ തന്നെ എന്താണ് ഹോർമോണൽ ചേഞ്ചസ് മൂലവും ഒക്കെ സംഭവിക്കുന്ന ഒരു എന്താണ് പ്രോബ്ലമാണ് ഈ ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ മൂഡ് സ്വിങ്സ്, ആൻസൈറ്റി ആൻഡ് സ്ട്രെസ്, ലോ സെൽഫ് എസ്റ്റീം, ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി. നമുക്കറിയാം പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ എന്താണ് ശാരീരികമായിട്ടൊക്കെ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നു, മാസമുറ ആരംഭിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് എന്താണ് ഭയങ്കരമായിട്ടുള്ള ഇൻസെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അറിയാമല്ലോ, ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇമോഷണൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴത്തേക്കിന് മൂഡ് സ്വിങ്സ്, ആൻസൈറ്റി ആൻഡ് സ്ട്രെസ്, ലോ സെൽഫ് എസ്റ്റീം, ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി. ഓക്കെ. ദെൻ സോഷ്യൽ പ്രോബ്ലംസ്, മൂന്നാമത്തെ അഡോളസൻസ് ഫേസ് ചെയ്യുന്ന എന്താണ് സാമൂഹിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിയർ പ്രഷർ, അതായത് സുഹൃത്തുക്കളിൽ നിന്നുള്ള ഭയങ്കരമായിട്ടുള്ള പ്രഷർ, അത് പല രീതിയിൽ പ്രഷറൈസ് ചെയ്യാറുണ്ട് അവർ. ഒന്നുകിൽ എന്താണ് ക്ലാസ് കട്ട് ചെയ്തിട്ട് നമുക്ക് സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ കറങ്ങി നടക്കാനൊക്കെ ആയിട്ട് പ്രഷർ ചെലുത്താറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റൻസ് എന്താണ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാറുണ്ട് ഇല്ലേ. ഇപ്പോൾ സ്മോക്കിങ്, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്താ ഡ്രിങ്കിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പിയർ ഗ്രൂപ്പ് അവരെ പ്രഷർ ചെലുത്താറുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ ബുള്ളിങ്, പീഡനം, അതായത് ഈ പറഞ്ഞത് കണക്ക് ഇങ്ങനെയൊന്നും സഹകരിച്ചില്ലെങ്കിൽ നിന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ നീ ഞങ്ങളോട് സഹകരിക്കേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികളെ ഇത് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ പിയർ പ്രഷർ. അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് വിത്ത് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്, എന്താണ് പേരൻസും ടീച്ചേഴ്സുമായിട്ട് എന്ത് ഉണ്ടാകുന്നു, കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നു. കൗമാരകാല പ്രായത്തിലുള്ള കുട്ടികൾ എപ്പോഴും പേരൻസിനോടും ടീച്ചേഴ്സിനോടും ഒരു എന്താണ് കോൺഫ്ലിക്റ്റ് കാണിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ടീച്ചേഴ്സ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ഇപ്പോൾ പേരൻസ് മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിക്കുന്നു, നീ അതൊന്ന് കുറയ്ക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇവർക്കതൊന്നും ഇഷ്ടപ്പെടില്ല അല്ലേ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ അമിതമായിട്ട് നിങ്ങളൊക്കെ ഇടപെടുന്നു എന്നും ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരൊരു ഈ പറഞ്ഞ പേരൻസിനോടും ടീച്ചേഴ്സിനോടും ഒക്കെ ഒരു അകലം കാണിക്കുകയും അല്ലെങ്കിൽ അവർ വൈകാരിക അകൽച്ച കാണിക്കുകയും കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലുള്ള സമയമാണ് അല്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പെരുമാറുന്ന സമയമാണ്. ഓക്കെ. ദെൻ ഡിസയർ ഫോർ ഇൻഡിപെൻഡൻസ്, അടുത്തൊരു സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, അവർ ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഇല്ലേ. നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പേരൻസൊക്കെ പിടിമുറുക്കുന്ന സമയത്തേക്ക് നമുക്കറിയാം അഡോളസൻസ് വളരെ പ്രശ്നമുള്ളൊരു സമയമായതുകൊണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ കുറച്ചുകൂടി അവരോട് സ്ട്രിക്റ്റ് ആവും. പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് എന്താണ്, കുറേ കൂടി സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. അത് കിട്ടാതെ വരുമ്പോഴല്ലേ അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായിട്ടൊക്കെ എന്താണ് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ തെറ്റിദ്ധരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ആ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായിട്ടും അവർക്ക് എന്താണ് മാനസിക സമ്മർദ്ദങ്ങളും അതേപോലെ പേരൻസിനോട് അകൽച്ചയൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണ് അല്ലേ. ദെൻ ഡിഫിക്കൽറ്റി ഇൻ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്, എന്താണ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു ഇല്ലേ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഇപ്പോൾ ആൺകുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ഈ പറഞ്ഞതാണെങ്കിൽ പെട്ടെന്നുള്ള ഫിസിക്കൽ ഗ്രോത്തിൻ്റെ ഫലമായിട്ട് ഞാൻ പറഞ്ഞ ശബ്ദം മാറി വരുമല്ലോ. ഈ കൗമാര സമയത്ത് അവർക്കൊരു ബോൾഡ്നെസ് ആയിട്ടുള്ളൊരു സൗണ്ടിലേക്ക് വരുന്നതിന് മുമ്പൊരു ഇതുണ്ടല്ലോ, ശബ്ദത്തിൽ നേരെ ഒരു വ്യത്യാസം വരുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ചിലപ്പോൾ എന്താണ് ഇങ്ങനെ കുറയാറുണ്ട്. ആ സമയത്ത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ചില കുട്ടികളെ ഇങ്ങനെ കളിയായോ നിൻ്റെ ശബ്ദം മാറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്താണ് അവർക്കൊരു നാണം, ഒരു ലജ്ജയൊക്കെ തോന്നാം, ഒരു ആത്മവിശ്വാസക്കുറവ് തോന്നാം. അതേപോലെ പെൺകുട്ടികളാണെങ്കിലും ഈ പറഞ്ഞത് കണക്കുള്ള അവർക്കുണ്ടാകുന്ന പ്രത്യേകതകൾ അറിയില്ല. അതുകൊണ്ട് ആ ഒരു പ്രത്യേകത വെച്ചുകൊണ്ടും മെൻ്റലി അവർ വളരെ ഇതായിരിക്കും. അപ്പോൾ ആ സമയത്തും എന്താണ് ആൾക്കാരോട് ഇടപഴകാൻ, എന്താണ് സമൂഹത്തിലേക്ക് ഉള്ളവരോട് ഇടപഴകാനൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് സോഷ്യൽ പ്രോബ്ലംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിയർ പ്രഷർ, കോൺഫ്ലിക്റ്റ് വിത്ത് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്, ഡിസയർ ഫോർ ഇൻഡിപെൻഡൻസ്, ഡിഫിക്കൽറ്റി ഇൻ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം, സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. എന്താണ് ഇനി ഈ സമയത്ത് കൗമാരക്കാർ നേരിടുന്ന സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്താണ്? ഒന്ന് ഐഡൻറ്റിറ്റി ക്രൈസിസ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നുള്ള പദം ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ആരായിരുന്നു?
എറിക്സൺ ആണ്. കേട്ടല്ലോ, എറിക്സൺ ആണ്, എറിക്സൺ ആണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഫോർമേഷൻ കൊണ്ട് തൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ തൻ്റെ താല്പര്യങ്ങളെക്കുറിച്ചോ ഒന്നും കറക്റ്റായിട്ട് അങ്ങോട്ട് കുട്ടിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഈ അഡോളസെന്റ് പീരീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈമിന് ഐഡൻറ്റിറ്റി ക്രൈസിസിൻ്റെ പീരീഡാണെന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ പേരൻസ് പറയാണ് നീ ഇന്ന കരിയറിലേക്ക് പോകണം, അപ്പോൾ അതിനു വേണ്ടി നീ ഇന്ന രീതിയിൽ പഠിക്കണം എന്ന് പറയുന്നു. പക്ഷെ കുട്ടിക്ക് പഠനത്തെക്കാൾ താല്പര്യം ചിലപ്പോൾ ഏതെങ്കിലും കായിക മേഖലയിലായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ എനിക്കിഷ്ടം കായികപരമായിട്ട് പോകാനാണ്, പക്ഷെ പേരൻസിന് ഞാൻ ഡോക്ടർ ആകണമെന്നാണ്, അല്ലെങ്കിൽ എനിക്ക് മ്യൂസിക്കിന് വലിയ താല്പര്യമാണ്, അതിലെനിക്ക് കഴിവുണ്ട്, പക്ഷേ എന്നെ അതിന് വിടാതെ പേരൻസ് എപ്പോഴും പഠനത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ എൻ്റെ റോൾ എന്താണ്, സമൂഹത്തിൽ എൻ്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാൻ വയ്യാത്ത ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കും. അതിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയാറുള്ളത്. ഓക്കെ, ദെൻ കൺഫ്യൂഷൻ അബൌട്ട് ഫ്യൂച്ചർ ഗോൾസ്. അതേപോലെ തന്നെ ഈ പറഞ്ഞത് തന്നെ ഭാവിയിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. പേരൻസിന് ഡോക്ടർ ആക്കാനാണ് ആഗ്രഹം, കുട്ടിക്ക് ചിലപ്പോൾ എഞ്ചിനീയർ ആവാനായിരിക്കും ആഗ്രഹം. മനസ്സിലായോ? പിന്നെ അങ്ങനെയൊക്കെ അവൻ്റെ ഒരു ഫ്യൂച്ചർ ഗോൾസിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറയുന്നു നിനക്ക് ഇന്ന കഴിവുണ്ട്, നീ ഇതിലേക്ക് പോ എന്നൊക്കെ പറയുമ്പോഴേ എനിക്കതിന് സാധിക്കുമോ എന്നൊക്കെ കുട്ടി ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയം. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു, ഭാവിയിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ദെൻ ഡിപ്രഷൻ ആൻഡ് ഫ്രസ്ട്രേഷൻ. അപ്പോൾ നമുക്കറിയാം ഈ സമയം എന്ന് പറയുന്നത് വളരെ കുട്ടികളിലേക്ക് ഡിപ്രഷനും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ്. പല കാരണങ്ങൾ കൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നിരുന്ന കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ പല കുട്ടികളിലും ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ആരെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സെൻസിറ്റീവ് ആണെങ്കിൽ തന്നെ, ഇമോഷണലി വളരെ സെൻസിറ്റീവായിട്ടുള്ള കുട്ടികളാണെങ്കിൽ തന്നെ ആരെങ്കിലും ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും ഒരു കാര്യം കളിയാക്കാൻ നന്മ വിചാരിച്ച് പറഞ്ഞാൽ പോലും അത് കുട്ടി ഭയങ്കരമായിട്ട് അവനെ ആഴത്തിലത് ഇൻസൾട്ട് ചെയ്യുകയും അങ്ങനെ ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യത ഉള്ളൊരു സമയമാണ് ഇല്ലേ. അപ്പോൾ സൈക്കോളജിക്കൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഐഡൻറ്റിറ്റി ക്രൈസിസ്, കൺഫ്യൂഷൻ അബൌട്ട് ഫ്യൂച്ചർ ഗോൾസ്, ഡിപ്രഷൻ ആൻഡ് ഫ്രസ്ട്രേഷൻ തുടങ്ങിയവയാണ് ഈ സമയത്ത് അഡോളസെന്റ് പീരീഡിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ അക്കാഡമിക് പ്രോബ്ലംസ്. അടുത്ത അഞ്ചാമത്തത് അക്കാഡമിക് പ്രോബ്ലംസ് ആണ്. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. പാഠ്യകാര്യങ്ങളിൽ സംബന്ധിച്ച് കോൺസെൻട്രേഷൻ ഇല്ല, വളരെ കുറഞ്ഞു വരുന്നു ഇല്ലേ. ആ സമയത്ത് പ്രത്യേകത കൊണ്ട് അവർ കൂട്ടുകെട്ടിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ആ പിയർ പ്രഷർ വരുന്ന സമയമാണ് ഇല്ലേ. ഇപ്പോൾ സുഹൃത്തുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, മറ്റു കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോകുന്ന ഒരു സമയമാണ് ഇല്ലേ. അതുകൊണ്ട് തന്നെ പഠനത്തിൽ വേണ്ടത്ര ശ്രദ്ധ അവർക്ക് ചിലപ്പോൾ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരുന്നു. ഓക്കെ, ദെൻ എക്സാമിനേഷൻ സ്ട്രെസ്. ഈ പറഞ്ഞത് കണക്ക് തന്നെ മൊബൈലിൽ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എപ്പോഴും ഇരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ താല്പര്യമുണ്ടായിരിക്കത്തില്ല. അപ്പോൾ എക്സാം വരുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇനി അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും അവരിലുണ്ടാകുന്ന ആ ഹോർമോണൽ ചേഞ്ചസിൻ്റെയും മറ്റ് ഫിസിക്കൽ ചേഞ്ചസിൻ്റെയും ഒക്കെ ഫലമായിട്ട് തന്നെ എന്തുണ്ടാകാറുണ്ട്, പഠനത്തിൽ വേണ്ട ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരാറുണ്ട്. അങ്ങനെ എക്സാമിനേഷൻ സ്ട്രെസ് എല്ലാ കുട്ടികളിലും ഉണ്ടാകാറുണ്ട്. ഓക്കെ, ദെൻ പുവർ അക്കാഡമിക് പെർഫോമൻസ്. അക്കാഡമിക് പെർഫോമൻസ് വേണ്ടത്ര നല്ലതായിട്ട് വരാറില്ല. നമ്മൾ അണ്ടർ അച്ചീവ്മെൻ്റ് എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ കഴിവില്ലാത്തത് കൊണ്ടല്ല, അണ്ടർ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ സ്വന്തം ആത്മവിശ്വാസക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ സ്വയം മോട്ടിവേഷൻ വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ടോ ഒക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ പെർഫോമൻസിൽ താഴെയായി പോകുന്നു. അതിനെയാണ് നമ്മൾ അണ്ടർ അച്ചീവ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അണ്ടർ അച്ചീവ്മെൻറ്റും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. അപ്പോൾ അണ്ടർ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നേട്ടങ്ങളിൽ താഴോട്ട് പോകുന്നത് അയാൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, പകരം എങ്ങനെയാണ് ഈ പറഞ്ഞത് കണക്ക് സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടും, എബിലിറ്റി ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, എബിലിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല, വിശ്വാസമില്ലായ്മ, ആ എബിലിറ്റിയിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടും, മോട്ടിവേറ്റഡ് അല്ലാത്തത് കൊണ്ടുമാണ്, സെൽഫ് മോട്ടിവേറ്റഡ് അല്ലാത്തത് കൊണ്ടും, പിന്നെ എക്സ്റ്റേണലി ഉള്ള മോട്ടിവേഷൻ്റെ കുറവുകൊണ്ടും ഒക്കെ അണ്ടർ അച്ചീവ്മെൻറ്റിലേക്ക് പോകാം. അപ്പോൾ പുവർ അക്കാഡമിക് പെർഫോമൻസ്, പല കാരണങ്ങൾ കൊണ്ടും ഈ അക്കാഡമിക് പെർഫോമൻസിനകത്ത് പോരായ്മ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ അക്കാഡമിക് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, എക്സാമിനേഷൻ സ്ട്രെസ്, പുവർ അക്കാഡമിക് പെർഫോമൻസ്. ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ മോറൽ ആൻഡ് ബിഹേവിയർ പ്രോബ്ലം. അടുത്തത് അവർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ്
മോറൽ ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലം, പെരുമാറ്റപരമായിട്ടും പിന്നെന്താണ് സാൻമാർഗികപരമായിട്ടുമുള്ള പ്രശ്നങ്ങൾ. നോക്കി, അട്രാക്ഷൻ ടുവേർഡ്സ് റിസ്കി ബിഹേവിയർ, എന്താണ് വളരെ റിസ്കി ആയിട്ടുള്ള പെരുമാറ്റങ്ങളിലേക്ക് അവരെന്ത് ചെയ്യുന്നു, ആകർഷിക്കപ്പെടുന്നു. ഈ സമയത്താണ് നമുക്കറിയാലോ മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലേക്ക് പോവുക, അങ്ങനെ സുഹൃത്തുക്കൾ, നമുക്കറിയാം പിയർ പ്രഷർ വളരെ ഇതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ എന്താണ് കൂട്ടുകാരൻ പറയണം, വാ നമുക്ക് ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിലിമിന് പോകാം, അല്ലെങ്കിൽ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കാം, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലേക്ക് പോവുക, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു റിസ്കി ബിഹേവിയറിലേക്കൊക്കെ ഇവരെന്ത് ചെയ്യുന്നു, അട്രാക്ഷൻ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഓക്കെ, ദെൻ സബ്സ്റ്റൻസ് അബ്യൂസ്, അല്ലേ, മയക്കുമരുന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താണ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ കുട്ടികൾ ഈ പറഞ്ഞത് കണക്ക് മദ്യം അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് അതൊക്കെ ഉപയോഗിക്കുന്നതിലേക്കൊക്കെ ഇവർ ആകർഷിക്കപ്പെടുന്ന ഒരു സമയമാണ്, ഇല്ലേ. ദെൻ അഗ്രഷൻ ആൻഡ് റിബല്യൻ, നമുക്കറിയാം ഈ അഡോളസൻസിൻ്റെ ആ ഒരു സമയത്ത് ഇമോഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് മൂഡ് സ്വിങ്സിൻ്റെ സമയമാണെന്ന് പറഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസ്. അത് സ്നേഹമാണെങ്കിലും വളരെ ശക്തമായിരിക്കാം, ദേഷ്യമാണെങ്കിലും എന്താണ് പെട്ടെന്ന് കോപം വരിക, അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താണ് കോപം കാണിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പോൾ ഈ സമയത്തുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമായിട്ട് ജസ്റ്റ് ക്ലാസ്സിൽ ഒരു നിസ്സാര പ്രശ്നം ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഒരു അടിപിടിയിലൊക്കെ എത്താറില്ലേ, എന്നിട്ട് പരിക്ക് പറ്റാറുണ്ട്, അല്ലേ. അങ്ങനെയൊക്കെ സംഭവിക്കുക, അതാണ് അഗ്രഷൻ ആൻഡ് റിബല്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വഴക്കുണ്ടാക്കുക. ഓക്കെ, അതൊക്കെയാണ് ഈ സമയത്തെ ഒരു മോറൽ ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലം എന്ന് പറയുന്നത്. അട്രാക്ഷൻ ടുവേർഡ്സ് റിസ്കി ബിഹേവിയർ, സബ്സ്റ്റൻസ് അബ്യൂസ്, ദെൻ അഗ്രഷൻ ആൻഡ് റിബല്യൻ. മനസ്സിലായോ? അപ്പോൾ ഇത്രയുമാണ് പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ് എന്ന് നമ്മൾ പറഞ്ഞത്. പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. 1 ഫിസിക്കൽ പ്രോബ്ലംസ്, 2 ഇമോഷണൽ പ്രോബ്ലംസ്, 3 സോഷ്യൽ പ്രോബ്ലംസ്, 4 സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, 5 അക്കാഡമിക് പ്രോബ്ലംസ് ആൻഡ് 6 മോറൽ ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലംസ്. ക്ലിയർ ആണെന്ന് വരുന്നു. പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ദെൻ കോസസ് ഓഫ് പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോസസ് ആണ്. ഇപ്പം പറഞ്ഞ പ്രശ്നങ്ങളുടെ എല്ലാം കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ആ ഓരോ ഇതിലും കാരണങ്ങളും കൂടിയാണ് പറഞ്ഞു പോയിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ നോക്കാം. ഫിസിക്കൽ ആൻഡ് ഹോർമോണൽ ചേഞ്ചസ്, അറിയാലോ, ശാരീരികമായിട്ടും ഹോർമോണൽ പരമായിട്ടും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് അവരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇല്ലേ. സഡൻ ബോഡി ചേഞ്ചസ്, ഹോർമോണൽ ഇംബാലൻസ് കോസിങ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇല്ലേ. അതാണ് ഫിസിക്കൽ ആൻഡ് ഹോർമോണൽ ചേഞ്ചസിൽ വരുന്ന കാര്യമെന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ ഇത് എന്തിനു കാരണമാകുന്നു? കൗമാരക്കാരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണമാണ് ഫിസിക്കൽ ആൻഡ് ഹോർമോണൽ ചേഞ്ചസ്. ദെൻ അടുത്തത് ഏതാണ്? സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട്, അല്ലേ. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഒരു കാരണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഡിസയർ ഫോർ ഇൻഡിപെൻഡൻസ്, കൺഫ്യൂഷൻ ആൻഡ് സെൽഫ് ഡൗട്ട്. ഓക്കെ, കൺഫ്യൂഷൻ ആൻഡ് സെൽഫ് ഡൗട്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പേരൻസിന് ഇന്നതാണ് ലക്ഷ്യം, എനിക്ക് ഇന്നത് പറ്റുന്നില്ല, എനിക്കിതാണ് ഇഷ്ടം, ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാകുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് ആ ഒരു ഇതിൽ വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് വരാം? സോഷ്യൽ ഫാക്ടേഴ്സ് ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്? പിയർ പ്രഷർ, ലാക്ക് ഓഫ് പേരൻ്റൽ ഗൈഡൻസ്, വേണ്ട രീതിയിൽ പേരൻസിൻ്റെ ഗൈഡൻസ് കിട്ടാതെ പോവുക. ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ, നമുക്കറിയാലോ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ ശക്തമാണ് ഇന്നത്തെ കാലത്ത്, അല്ലേ. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ എന്താണ് കൗമാര സമയത്തുള്ള പ്രശ്നങ്ങൾക്ക് ഒരു കാരണമാകുന്ന കേസസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഫാമിലി ഫാക്ടേഴ്സ്, ഇനി കുടുംബപരമായിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്രോബ്ലംസിന് കാരണമാകുന്ന, അഡോളസൻസിൻ്റെ പ്രോബ്ലംസിന് കാരണമാകുന്നത് നോക്കിക്കേ. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പേരൻസ്, എന്താ പേരൻസുമായിട്ട് വേണ്ടത്ര കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടിരിക്കുക. ദെൻ സ്ട്രിക്റ്റ് ഓർ ഓവർ പ്രൊട്ടക്റ്റീവ് പേരൻസ്, അങ്ങ് കൂടുതൽ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാലും കുട്ടികൾക്ക് പ്രശ്നമാണ്, അല്ലേ. ഒരു മയത്തിൽ കൊണ്ടുപോകണം ഇവരെ. പക്ഷെ അതില്ലാതെ ഭയങ്കര ഓവർ സ്ട്രിക്ട്നെസ് ഒക്കെ ആയിക്കഴിഞ്ഞാലും കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ടാകും, അല്ലേ. ദെൻ ഫാമിലി കോൺഫ്ലിക്ട്സ്, വീട്ടിലുണ്ടാകുന്ന തർക്കങ്ങൾ, പേരൻസുമായിട്ടുള്ള കോൺഫ്ലിക്ട്സ്, പേരൻസ് തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ എന്താണ് ഒരു പ്രശ്നമാണ്. ദെൻ എഡ്യൂക്കേഷണൽ പ്രഷർ, അല്ലേ, നേരത്തെ പറഞ്ഞതുകൊണ്ടൊക്കെ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് നീ ഇന്ന രീതിയിലായേ പറ്റൂ, ഇത്രയും മാർക്ക് മേടിച്ചേ പറ്റൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് കുട്ടിക്ക് ഭയങ്കര അത്രയും അവന് കപ്പാസിറ്റി ഉള്ളെങ്കിൽ അതിനപ്പുറത്തേക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? പേരൻസ് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം അത്രയും പ്രഷർ കൊടുക്കുമ്പോഴും കുട്ടിക്ക് അത് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുന്നു. ദെൻ അക്കാഡമിക് സ്ട്രെസ്, ഈ പറഞ്ഞത് കണക്ക് എന്താണ് സ്കൂളിൽ അല്ലെ പഠനപരമായിട്ടുള്ള സ്ട്രെസ്സുകൾ, അതും ഈ കുട്ടിക്ക് അഡോളസൻസ് പീരീഡിൽ വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്, അല്ലേ. ദെൻ ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയ ഭീതി, അപ്പോൾ ഞാൻ തോറ്റു പോകുമോ, പരീക്ഷയിൽ ഞാൻ വേണ്ടത്ര പേരൻസ് ആഗ്രഹിക്കുന്ന വിജയം എനിക്ക് നേടാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഒരു പരാജയ ഭീതി വന്നാലും കുട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള
ബുദ്ധിമുട്ടുണ്ടാകും. ദെൻ ഹൈ എക്സ്പെക്റ്റേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇല്ലേ, ഒരുപാട് അങ്ങ് പ്രതീക്ഷ വയ്ക്കുക. പേരൻസ് വലിയ 100% പ്രതീക്ഷ വയ്ക്കുന്നു, പക്ഷേ കുട്ടിക്ക് ഒരു 60 വാങ്ങാനുള്ള എബിലിറ്റി ഉള്ളെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും ഇല്ലേ. ദെൻ ലാക്ക് ഓഫ് പ്രോപ്പർ ഗൈഡൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇല്ലേ, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാണ്ടിരിക്കുക. ദെൻ ആബ്സെൻസ് ഓഫ് കൗൺസിലിംഗ്, ഇനി അവർക്ക് കൗൺസിലിംഗ് എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ ഇല്ലേ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒക്കെ എന്തെങ്കിലും ഒരു ഇത്, അല്ലെങ്കിൽ പേരൻസിന് തന്നെ എന്ത് കൊടുക്കാം, നല്ല റോൾ മോഡലായി നിന്നുകൊണ്ട് അവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാം. പക്ഷെ അതൊന്നും വേണ്ട സമയത്ത് ചെയ്യാണ്ടിരിക്കുക. ദെൻ പുവർ റോൾ മോഡൽസ്, നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ പേരൻസും നമ്മളുടെ കുട്ടികൾക്ക് എന്തായിരിക്കണം, ഒരു റോൾ മോഡലായിരിക്കണം. പക്ഷേ അവിടെ നമ്മുടെ കുട്ടിക്ക് അനുകരിക്കാൻ പറ്റുന്ന സ്വഭാവത്തിൽ അത്ര നല്ല കാര്യങ്ങളൊന്നും ഇല്ലാത്ത പേരൻസിനെ സംബന്ധിച്ച് കുട്ടി എന്ത് ചെയ്യും, നമ്മളുടെ മോശമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ അത് കുട്ടി അനുകരിക്കാൻ തുടങ്ങും ഇല്ലേ. അപ്പോൾ പുവർ റോൾ മോഡൽസ് ഒക്കെ ആണെങ്കിലും ഈ പറഞ്ഞത് കണക്ക് കുട്ടിക്ക് ചില കുട്ടികൾ പക്ഷേ അത് തിരിച്ചറിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്തുള്ള അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനൊക്കെ വളരെ നല്ല ഒരു അവന് കൊടുക്കുന്ന സപ്പോർട്ടൊക്കെ ഉണ്ട്, ചിലപ്പോൾ അവരെ റോൾ മോഡൽ ആക്കാറുണ്ട്, അത് വേറൊരു കേസ്. പക്ഷേ നമ്മുടെ ഫാമിലിയിൽ തന്നെ എന്തുണ്ടായിരിക്കണം, കുട്ടിക്ക് അനുകരിക്കാൻ പറ്റുന്ന, അവർക്ക് അവരുടെ സ്വഭാവത്തിലേക്ക് പകർത്താൻ കഴിയുന്ന രീതിയിലുള്ള സവിശേഷതകളുള്ള, നല്ല സ്വഭാവ സവിശേഷതകളുള്ള ആൾക്കാർ നമ്മുടെ ഫാമിലിയിലും ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് വന്നാലും കുട്ടിക്ക് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാമിലി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ് ആണ്. ഇനി ഈ കൗമാരക്കാരുടെ പ്രശ്നങ്ങൾക്ക് എന്ത് സൊല്യൂഷൻസ് ആണ് നമുക്ക് കൊടുക്കാൻ കഴിയുക? സൊല്യൂഷൻസ്, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും, കോസസ്, അതേപോലെ തന്നെ സൊല്യൂഷൻസ്, ഇതൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദെൻ നോക്കിക്കേ, ഒന്ന് പ്രോപ്പർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, എന്ത് കൊടുക്കുക, അവർക്ക് പ്രോപ്പർ ഗൈഡൻസും കൗൺസിലിങ്ങും കൊടുക്കുക. നോക്കാം, ഗൈഡൻസ് ഫ്രം പേരൻസ്, ടീച്ചേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ്. ഇപ്പോൾ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കാം, അതേപോലെ തന്നെ ടീച്ചേഴ്സിന് മാർഗ്ഗനിർദ്ദേശം നൽകാം. ഇനി അതല്ലെങ്കിൽ സ്കൂളിൽ തന്നെ ഈ കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാരെ നിയമിക്കാറുണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്. അതല്ലെങ്കിൽ പുറത്തുനിന്ന് പ്രൊഫഷണൽ ഇത് നമുക്ക് ഹെൽപ്പ് തേടാവുന്നതാണ്. അങ്ങനെയൊക്കെ ആരിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഗൈഡൻസ് അവരെ കൊണ്ട് കൊടുപ്പിച്ചിരിക്കണം. ദെൻ ഹെൽത്തി ഫാമിലി എൻവയോൺമെൻറ്റ്, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ആരോഗ്യകരമായിട്ടുള്ളൊരു ഫാമിലി എൻവയോൺമെൻറ്റ് അവർക്ക് കൊടുക്കാൻ കഴിയണം ഇല്ലേ. ദെൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ടീച്ചേഴ്സും കുട്ടിയുമാണെങ്കിലും പിന്നെ മാതാപിതാക്കളും കുട്ടികളും ഒക്കെ ആണെങ്കിൽ തന്നെയും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം ഇല്ലേ. അവരെ കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും, പേരൻസിനും ടീച്ചേഴ്സിനും എല്ലാം തന്നെ ഉണ്ടായിരിക്കണം. ദെൻ ലവ്, കെയർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലേ, വേണ്ട സ്നേഹം, അതേപോലെ തന്നെ കെയർ കൊടുക്കുക, അവരെ നന്നായിട്ട് മനസ്സിലാക്കാനൊക്കെ നമുക്ക് സാധിച്ചിരിക്കണം. ദെൻ പോസിറ്റീവ് പിയർ ഇൻഫ്ലുവൻസ് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടറിയാലോ. അപ്പോൾ അതിൽ പോസിറ്റീവായിട്ടുള്ള പിയർ ഇൻഫ്ലുവൻസ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. നമ്മളെപ്പോഴും എങ്ങനെയായിരിക്കണം, പിയർ ഗ്രൂപ്പ് എപ്പോഴും നോക്കേണ്ടത് നമ്മളുടെ ഈ സൈബ്ലിങ്സിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കൂട്ടുകാർക്കിൻ്റെ ഇടയിൽ എങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ പഠിക്കാൻ ഒരു മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പാഠ്യേതര പ്രവർത്തനങ്ങളിലുമൊക്കെ അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഇതാണ് കൊടുക്കേണ്ടത് അല്ലേ. ദെൻ അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ദെൻ എൻകറേജിങ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ്, നല്ല നല്ല സൗഹൃദങ്ങളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുക. അത് ടീച്ചേഴ്സ് ആയാലും പേരൻസ് ആയാലും നല്ല ഫ്രണ്ട്ഷിപ്പ് എൻകറേജ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ പ്രോപ്പർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങിനകത്ത് നോക്കുകയും ഗൈഡൻസ് ഫ്രം പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ്, ദെൻ ഹെൽത്തി ഫാമിലി എൻവയോൺമെൻറ്റ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ലവ്, കെയർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, പോസിറ്റീവ് പിയർ ഇൻഫ്ലുവൻസ്, എൻകറേജിങ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്, അവർക്ക് എന്ത് കൊടുത്തിരിക്കണം, മതിയായ വിദ്യാഭ്യാസം ഇല്ലേ, അത് എല്ലാ കാര്യത്തിലും കൊടുത്തിരിക്കണം. ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ, അപ്പോൾ ഈ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അക്കാഡമിക്കലി ചുമ്മാതെ പാഠപുസ്തകത്തിലുള്ള കാര്യം മാത്രം അവരെ പഠിപ്പിച്ചെടുത്താൽ പോരാ. ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ, അവർക്ക് ജീവിത നൈപുണികളിൽ നമ്മൾ വേണ്ട എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കണം ഇല്ലേ. ജീവിതത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ എങ്ങനെയൊക്കെ ആകണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ അവർക്ക് ആ ഒരു ലൈഫ് സ്കിൽസ് വളർത്തുന്നതിൽ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകണം. ദെൻ മോറൽ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ ഇല്ലേ, അവർക്ക് വാല്യൂ എഡ്യൂക്കേഷനും അതേപോലെ തന്നെ മോറൽ എഡ്യൂക്കേഷനും ഒക്കെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ, ഇനി അടുത്ത ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ. അതെങ്ങനെയാണ്, പ്രോപ്പർ ഡയറ്റ്, എക്സർസൈസ് ആൻഡ് സ്ലീപ്പ് ഇല്ലേ.
പ്രോപ്പറായിട്ടുള്ള ഡയറ്റ്, അതേപോലെ തന്നെ എന്താണ് എക്സർസൈസ്, സ്പോർട്സിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ അവരെ ഉൾക്കൊള്ളിക്കുക. പിന്നെ അതേപോലെ എന്താണ് മതിയായ ഉറക്കം. ഇന്നത്തെ കുട്ടികൾക്കില്ലാത്തൊരു സംഭവമാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ അല്ലേ. അപ്പോൾ ഇതെല്ലാം കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ് ആൻഡ് ഹോബീസ്. കൂടാതെ എന്ത് ചെയ്യുക, അവരുടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സ്പോർട്സിലും ഹോബീസിലുമൊക്കെ അവരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പ് വരുത്തുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് എന്താണ് ഇവരുടെ ഈ കൗമാര സമയത്തെ പ്രോബ്ലംസിൽ നിന്ന് അവർക്ക് ഒരു പരിധി വരെ എന്ത് കിട്ടും, ഒരു മുക്തി അവർക്ക് ലഭിക്കുന്നതാണ്. ദെൻ ഇമോഷണൽ സപ്പോർട്ട്. നോക്കിക്കുക എങ്ങനെയാണ് ഇമോഷണൽ സപ്പോർട്ട് എങ്ങനെ കൊടുക്കണം. ബിൽഡിങ് സെൽഫ് കോൺഫിഡൻസ്. കുട്ടികളിൽ എന്താണ് അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കുക. അപ്പോൾ കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ദെൻ എൻകറേജിങ് എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ്. അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം നൽകുക. എന്തും അവരുടെ മനസ്സിൽ എന്താണ് അത് നമ്മളോട് തുറന്ന് പറയാനുള്ള, അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താണ് അനുവാദം, അല്ലെങ്കിൽ അത് ആ ഒരു കാര്യം നമ്മൾ എൻകറേജ് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ അടിച്ചമർത്താതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സൊല്യൂഷൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രോപ്പർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്, ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ, ഇമോഷണൽ സപ്പോർട്ട്. അത് ഏതൊക്കെ രീതിയിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതെന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ് എന്നുള്ളതും അതിൻ്റെ സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു, സൊല്യൂഷൻസ് പറഞ്ഞു. ഓക്കെ ആണെന്ന് കരുതുന്നു. അത് പ്രധാനപ്പെട്ടാണെന്ന് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.